സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ശല്യം ചെയ്യലുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യം വീണ്ടും തല താഴ്ത്തേണ്ടി വരുന്ന ഒരു ദുരനുഭവം കൂടി പുറത്തു വരുന്നു. തനിച്ച് അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന യുവതിയെ ഒരു സംഘം പുരുഷന്മാർ നട്ടു റോഡിൽ വെച്ച് പരിഹസിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്ത വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇൻസ്റ്റഗ്രാം ഉപയോക്താവായ ചിരോ എന്ന യുവതിയാണ് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനകരമായ അനുഭവം വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഭയരഹിതയായി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് യുവതി വീഡിയോയിൽ വികാരധീനിയായി സംസാരിക്കുന്നുണ്ട്. താൻ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണെന്നും ഒരു സംഘം ആളുകൾ നിർത്താതെ തന്നെ പിന്തുടരുകയാണെന്നും വീഡിയോയിൽ യുവതി വ്യക്തമാക്കുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ചില പുരുഷന്മാർ കാണിക്കുന്ന മനോഭാവം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് യുവതി പറയുന്നു. യുവതിക്ക് പിന്നാലെ 3 പുരുഷന്മാർ നടന്നു വരുന്നതും അവർ ക്യാമറയ്ക്ക് നേരെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. യുവതിയെ ശല്യം ചെയ്യുന്നതിനായി ഇവർ ഉച്ചത്തിൽ ബോളിവുഡ് പാട്ടുകൾ പാടുകയും മോശം ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. യുവതി നോർത്ത് ഈസ്റ്റ് സ്വദേശി ആയതിനാൽ തനിക്ക് ഹിന്ദി അറിയില്ലെന്ന ധാരണയിലാണ് ഈ സംഘം പെരുമാറിയതെന്ന് യുവതി കരുതുന്നു. തന്റെ രൂപത്തിലുള്ള പ്രത്യേകതകൾ കണ്ടാണ് ഇവർ തന്നെ ലക്ഷ്യം വെച്ചതെന്ന് യുവതി വീഡിയോയിൽ വേദനയോടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുവതിയുടെ വംശീയമായ അടയാളങ്ങളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ സംസാരമെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ പോലും സ്ത്രീകൾക്ക് രക്ഷയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ ദൃശ്യങ്ങൾ ഓരോ ഭാരതീയനെയും ഓർമ്മിപ്പിക്കുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തതെന്ന തരത്തിലുള്ള ചില കമന്റുകൾക്ക് യുവതി ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. തന്നെ ശല്യം ചെയ്തവരുടെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മാത്രമാണ് താൻ ശ്രമിച്ചതെന്ന് അവർ ക്യാപ്ഷനിൽ പറഞ്ഞു. വീഡിയോ വൈറലായതോടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. യുവതിക്ക് പിന്തുണയുമായി ആയിരക്കണക്കിന് ആളുകളാണ് രംഗത്തെത്തിയത്. പരാതിയുമായി മുന്നോട്ട് പോകണമെന്നും ശല്യം ചെയ്തവരെ കണ്ടെത്തണമെന്നും പലരും യുവതിയെ ഉപദേശിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ ഒരു ഇരയായി കാണുന്ന പുരുഷാധിപത്യ മനോഭാവം തിരുത്തപ്പെടേണ്ടതുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തിക വളർച്ച കൊണ്ടോ മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് വ്യക്തമാണ്. വിനോദയാത്രയ്ക്കോ അമ്പലത്തിലേക്കോ പോലും സമാധാനമായി പോകാൻ കഴിയാത്ത അവസ്ഥ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. നഗരങ്ങളിലെ CCTV ക്യാമറകളും പോലീസ് പെട്രോളിംഗും കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം ടീസിംഗ് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കണം. ശല്യം ചെയ്തവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിൽ ഇനിയെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാവേണ്ടതുണ്ട്.